വി.ഡി. സതീശൻ കോൺഗ്രസ് പാർട്ടിയെ വർഗീയ ശക്തികൾക്ക് അടിയറവെച്ചെന്ന് ബി.ഡി.ജെ.എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ.എൻ. അനുരാഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് ജനങ്ങൾ കനത്ത തിരിച്ചടി നൽകുമെന്നും അനുരാഗ് പറഞ്ഞു. ജില്ലയിൽ ഒരു സീറ്റ് ബി.ഡി.ജെ.എസിന് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം കെ കരുണാകരനും എ.കെ. ആന്റണിക്ക് ശേഷം കോൺഗ്രസും യു.ഡി.എഫും തീവ്ര വർഗീയ ശക്തികൾക്ക് മുമ്പിൽ അടിയറ വയ്ക്കുന്നൊരു കാഴ്ചയാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി നമ്മൾ കണ്ടത്. പക്ഷേ ഇന്ന് യു.ഡി.എഫിനെ നയിക്കുന്ന വി.ഡി. സതീശൻ ഏറ്റവും വലിയ മതതീവ്രവാദ ശക്തിയായ ജമാഅത്ത് ഇസ്ലാമിയുമായി സന്ധി ചെയ്യുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ അപകടത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചിരിക്കുന്നത്. ഇതുവരെ മുസ്ലിം ലീഗിനെ അടിയറ വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് നിന്നതെങ്കിൽ ഇന്ന് ഏറ്റവും വലിയ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ ചേർത്തുകൊണ്ടും ജമാഅത്ത് ഇസ്ലാമിയുടെ എല്ലാ വർഗീയ ചെയ്തികൾക്കും വെള്ളപൂശി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന വി.ഡി. സതീശൻ ഇവിടെ ഭൂരിപക്ഷത്തെ അവഹേളിക്കുന്ന സമീപനമാണ് കോൺഗ്രസിൽ തുടരുന്നത്. കോൺഗ്രസ് പാർട്ടിയെ തീവ്ര വർഗീയ ശക്തികൾക്ക് മുൻപിൽ അടിയറ വെച്ച നേതാവാണ് വി.ഡി. സതീശനെന്ന് ബി.ഡി.ജെ.എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ.എൻ. അനുരാഗ് പ്രസ്താവിച്ചു. എന്നും മതരാഷ്ട്രവാദം ഉന്നയിച്ച ജമാഅത്ത് ഇസ്ലാമിയെ മതേതര സംഘടനയാണ് എന്ന് പറഞ്ഞത് സതീശന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ്. ഹിന്ദു സമുദായ സംഘടനകളെയും അതിന്റെ നേതാക്കളെയും നിരന്തരം ആക്ഷേപിക്കുന്ന സതീശൻ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് മുന്നിൽ കോൺഗ്രസ് പാർട്ടിയെ അടിയറ വെച്ചിരിക്കുകയാണെന്ന് അനുരാഗ് പറഞ്ഞു. ഒരു വശത്ത് തീവ്രമായിട്ടുള്ള വർഗീയ ശക്തികളായിട്ടുള്ള മതരാഷ്ട്രവാദത്തിൻ്റെ ജമാഅത്ത് ഇസ്ലാമിയെ താലോലിക്കുമ്പോൾ ഇപ്പുറത്ത് ഭൂരിപക്ഷം വരുന്ന സാമുദായിക സംഘടനകളെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ NSSനെയും SNDPയെയും ആക്ഷേപിക്കുകയും അവിടെ തിണ്ണ നിരങ്ങരുത് എന്ന് പരസ്യമായി ആക്ഷേപിക്കുകയും അതിൻ്റെ നേതാക്കന്മാരെ അവഹേളിക്കുകയും ചെയ്യും. ഈ സതീശൻ്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയും. അതോടൊപ്പം തന്നെ സതീശൻ്റെ ഈ തീവ്രവാദ ശക്തികളെ ഇസ്ലാമിക തീവ്രവാദ ശക്തികളെ വെള്ളപൂശുന്നത് അതിൽ ഭൂരിപക്ഷ സമുദായ നേതാക്കന്മാരായിട്ടുള്ള വക്താക്കളായിട്ടുള്ള കെ സുധാകരനെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കന്മാരായ ചെന്നിത്തലയുമൊക്കെ കടത്തിവെട്ടിക്കൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പാർട്ടിയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള സതീശൻ്റെ വളഞ്ഞ ശ്രമമായിട്ടാണ് ഇത്തരം തീവ്രവാദ ശക്തികൾക്ക് മുൻപിൽ അടിയറ വെക്കുന്നത്. കേരളത്തിൽ UDF ഭരണം വരികയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ആ ഗവൺമെൻറ്റിനെ നയിക്കുന്നത് ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയായിരിക്കും എന്നുള്ള ഭീകരമായിട്ടുള്ള ഒരു സത്യം നമ്മൾ പൊതുജനം തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് പാർട്ടിയെ കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പാകും ഈ സതീശൻ്റെ ഈ തീവ്രവാദ പ്രീണനത്തിൻ്റെ ഫലം എന്നുകൂടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. കെ സുധാകരനെയും രമേശ് ചെന്നിത്തലയെയും തഴഞ്ഞ നേതാവാകാനാണ് ജമാഅത്തെ ഇസ്ലാമിയെയും മുസ്ലിം ലീഗിനെയും SDPIയെയും പ്രീണിപ്പിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.